PV അൻവർ ഉണ്ടാക്കുന്ന നേട്ടം പ്രധാനമായിരിക്കും. ഇതിൽ PV അൻവർ UDF സ്പോയിലർ ആവാൻ പോകുന്നുണ്ടോ? UDF അടിയളക്കാൻ പോകുന്നുണ്ടോ? UDF വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള തടസ്സമായി PV അൻവർ മാറാൻ പോകുന്നുണ്ടോ? രണ്ടാം റൗണ്ടിലെ വോട്ടെണ്ണൽ തുടങ്ങി നമ്മൾ ഇനി കാത്തിരിക്കുന്നത് രണ്ടാം റൗണ്ടിലും ഒന്നാം റൗണ്ടിന്റെ ഒരു പാറ്റേൺ ആവർത്തിക്കുമോ എന്നറിയാൻ. ഒന്നാം റൗണ്ടിന്റെ പാറ്റേൺ ആവർത്തിക്കുമോ രണ്ടാം തവണയും? 3195-ഉം 3614-മാണ് വ്യത്യാസം. 1000 വോട്ടിന്റെ വ്യത്യാസം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആ 1000 വോട്ടും പിന്നെ ഒരു 588 സൈഫ് ഇപ്പോൾ പുറത്തു വരുന്ന, അതായത് UDF വലിയ ലീഡ് പ്രതീക്ഷിച്ച ഒരു റൗണ്ടിലെ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇത് സ്വരാജിന് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ശരി, നമുക്ക് സേഫിലേക്ക് വരാം. ആര്യാടൻ ഷൗക്കത്ത് 419 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ്. ഇനി നമുക്ക് രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാജിദ് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാം റൗണ്ടിലെ വോട്ടെണ്ണലിൽ സെയിം പാറ്റേൺ ആവർത്തിക്കുമോ? അൻവർ അദ്ദേഹത്തിന്റെ നമുക്ക് അൻവറിന്റെ ഒരു പ്രതീക്ഷയെ കുറിച്ച് സംസാരിക്കാൻ ഷബീർ ഒമറിനെ കൂടി വേണം, അടിയന്തരമായി വേണം. ഷബീർ ഒമറിനെ കൂടി വേണം. എന്തായാലും സൈഫ് സൈലാബ്ദീൻ, സൈഫ് ഈ 3614, 3195 UDF പ്രതീക്ഷിച്ച് ലീഡെടുക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ പാതി എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ LDF ഹോപ്പ്ഫുൾ ആണോ, പ്രതീക്ഷാ നിർഭരമാണോ അവരുടെ ക്യാമ്പ്? സൈഫ് ഇപ്പോ നിഷാദ്, നമുക്ക് നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ അവർ എത്രത്തോളം വോട്ടാണോ പ്രതീക്ഷിച്ചത്, ലീഡ് പ്രതീക്ഷിച്ചില്ല. ലീഡ് അവർ ഇടക്കര കഴിയുന്നത് വരെ ലീഡ് എന്തായാലും ഉണ്ടാകില്ല എന്ന് LDF ക്യാമ്പിന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ എത്രത്തോളം വോട്ട് ഇവർ പ്രതീക്ഷിച്ചിരുന്നു, LDF പ്രതീക്ഷിച്ചിരുന്നോ അത്രത്തോളം വോട്ട് M സ്വരാജിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് LDF ലീഡ് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ച വോട്ടിലേക്ക് എത്താൻ LDF കഴിഞ്ഞു വന്നത് LDF ഇപ്പോഴും പ്രതീക്ഷാ നിർഭരമാക്കി നിർത്തും. ഷബീർ ഒമറെ 1588 വോട്ട് PV അൻവർ ആദ്യ റൗണ്ടിൽ പിടിക്കുക എന്ന് വെച്ചാൽ അൻവർ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധൂകരിക്കുന്നുവെന്ന് ഇപ്പൊ പറയാമോ? തീർച്ചയായും 1588 വോട്ടുകൾക്ക് PV അൻവർ ആദ്യ റൗണ്ടിൽ വോട്ടുകൾ നേടുന്നു. ആ നിലയ്ക്ക് വലിയ ആത്മവിശ്വാസം PV അൻവർ ക്യാപ്റ്റന്റെ ഈ റിസൾട്ട് തത്സമയം വീക്ഷിക്കുന്ന PV അൻവർക്ക് അനുയായികളും സഹോദരമല്ല വലിയ ആഹ്ലാദത്തോടെ കയ്യടിയോടുമാണ് ഈ റിസൾട്ടിനെ വരവേൽക്കുന്നത്. അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വോട്ടെണ്ണലാണ് ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് അവർ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് PV അൻവർ മാന്തിയെടുക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കുമെന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികൾ പറഞ്ഞു നിങ്ങളുടേത് പോകും. പക്ഷെ പോയത് UDF ആണോ? തീർച്ചയായും UDF വലിയ പ്രതീക്ഷ വെച്ചിരുന്ന പഞ്ചായത്തായിരുന്നു വഴിക്കടവ് പഞ്ചായത്ത്. ഏതാണ്ട് 3000 വോട്ടുകൾ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം ലീഡെടുക്കുമെന്നായിരുന്നു UDF കണക്ക് കൂട്ടൽ. ആ നിലയ്ക്കാണ് 15000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് UDF വിജയിക്കുമെന്ന് കണക്കാക്കിയത്. എന്തായാലും ആ പഞ്ചായത്തിലാണ് PV അൻവർ ഇത്രയും വോട്ട് നേടുന്നത്. ആദ്യത്തെ പഞ്ചായത്തിൽ UDF ലീഡെടുക്കുമെന്ന് പറഞ്ഞ പഞ്ചായത്തിൽ PV അൻവർ ഒരു സ്പോയിലറായി മാറുന്നു എന്നാണ്. എന്ന് വെച്ചാൽ UDF അങ്ങനെ നിരാശപ്പെടാനില്ല. 419 വോട്ടിന് ലീഡുണ്ട്. അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവമുണ്ട്. അവിടെ PV അൻവറാണ് ലീഡ് ചെയ്യുന്നത്. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അൻവറിനൊരു സാധുത ജനം വകവെച്ചു കൊടുക്കുന്നു എന്നതുകൂടി കാണുക. ആ നിലയ്ക്ക് സവിശേഷ സ്വഭാവമുള്ള പല ഘടകങ്ങൾ കൊണ്ട് ഇതാ ഈ വോട്ടെണ്ണൽ ദിവസം വളരെ പ്രത്യേകത ഉള്ളതായി മാറുകയാണ്. PV അൻവർ മാന്തിയെടുക്കാൻ പോകുന്ന വോട്ടുകൾ UDF വോട്ടുകളായിരിക്കുമോ? സ്പോയിലർ ആകാൻ പോകുന്നത് UDF LDF അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല എന്നാണോ ഇപ്പോ മനസ്സിലാക്കേണ്ടത്? ഇനി അത് മാറി മറിയാം. പക്ഷെ ആദ്യത്തെ ഫല സൂചന പുറത്തു വരുമ്പോ, ആദ്യ റൗണ്ട് പിന്നിടുമ്പോ 1000 വോട്ടിനെങ്കിലും ലീഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന, കണക്ക് കൂട്ടിയിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന UDF 419 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. കാരണം എന്താണ്? അവർ പ്രതീക്ഷിച്ച 1000 വോട്ടെങ്കിലും അൻവറാണ് കൊണ്ടുപോയത്. 1588 വോട്ടുമായി അൻവർ ലീഡ് ചെയ്യുന്നു. രണ്ടാം റൗണ്ടിന്റെ ഫലസൂചനയ്ക്ക് വേണ്ടി നാം ഉദ്വേഗത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമോ? വഴിക്കടവിലെയാണ് ഇനിയും വരേണ്ടത്. ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുന്നു, രണ്ടാമത്തെ റൗണ്ടും പൂർത്തിയാകുമ്പോൾ മൂന്നാമത്തെ റൗണ്ടിലുമെല്ലാം വഴിക്കടവ് പഞ്ചായത്തിലേതാണ് പുറത്തു വരുന്നത്. വഴിക്കടവ് ഉരുക്കുകോട്ടയെന്ന്, ഇളകാത്ത കോട്ടയെന്ന് UDF വിചാരിക്കുന്ന സ്ഥലമാണ്. അവിടെ അൻവർ എന്തു ചെയ്തിട്ടുണ്ട് UDF? അതാണ് പ്രധാനം. അൻവർ പ്രധാനമായി പരിക്കേൽപ്പിച്ചത് UDF ആണെന്നതിലേക്കുള്ള സൂചന തുറക്കുകയാണോ അജിംസെ? തീർച്ചയായിട്ടും. ഇതാ ഈ ഒന്നാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതായത് 3 റൗണ്ട് എണ്ണി കഴിയണം. വഴിക്കടവ് പഞ്ചായത്ത് മാത്രം വോട്ടെണ്ണി കഴിയാൻ അവിടെ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച UDF പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ആകെ വോട്ടിൽ 1588 വോട്ട് ഒന്നാം റൗണ്ടിൽ
PV അൻവർ കരസ്ഥമാക്കുന്നത്. അതായത് 1558 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല ഒന്നാം റൗണ്ടിൽ. കാരണം പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ 3000-ലധികം വോട്ട് നേടുമ്പോൾ അൻവർ അവിടെ വ്യക്തമായ സ്പോയിലർ ആയിക്കൊണ്ട് 1500 വോട്ടുകൾ നേടുന്നു. ആ വോട്ട് ആരുടേതാണെന്ന് ഇപ്പോൾ തന്നെ ഈ കൗണ്ടിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് UDF-നാണ് പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള 2 റൗണ്ടുകളിൽ വഴിക്കടവ് പഞ്ചായത്ത് മാത്രം എണ്ണുന്ന അടുത്ത 2 റൗണ്ടുകളിൽ അൻവർ എത്ര വോട്ട് നേടും? അൻവർ വഴിക്കടവിൽ നിന്ന് മാത്രം 10,000 വോട്ട് നേടുന്നു എന്നൊക്കെ അവകാശവാദം ഉണ്ടായിരുന്നു. കുറഞ്ഞത് 5000 വോട്ട് നേടിയാൽ പോട്ടെ, ഒരു 3500 വോട്ട് നേടിയാൽ പോലും UDF-ന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഫലസൂചനയാണ് വഴിക്കടവിൽ നിന്ന് വരുന്നത്. വഴിക്കടവ് വഴി തുറക്കുന്നത് ആർക്കാണ്? യെസ്, 419 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. ആര്യാടൻ ഷൗക്കത്തിനെയും UDF-നെയും സംബന്ധിച്ച് അങ്ങനെ അമ്പരക്കാനും ഭയപ്പെടാനും ഒന്നുമില്ല. ഇപ്പോഴും 419 വോട്ടിന് ലീഡ് ആര്യാടൻ ഷൗക്കത്തിനാണ്. ഈ പോക്ക് പോയാലും നാരോ മാർജിനിൽ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും വെച്ചു പുലർത്താൻ കഴിയും. പക്ഷേ വഴിക്കടവ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ ആവേണ്ട പഞ്ചായത്താണ് UDF-നെ സംബന്ധിച്ച്. അവിടെ PV അൻവർ 2ാം റൗണ്ടിൽ എന്തായിരിക്കും കാത്തുവെച്ചിട്ടുണ്ടാവുക എന്നത് പ്രധാനം. ഈ 1588 വോട്ട് കൂട്ടാൻ, അതിന്റെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ, അതിന്റെ ഒരു ഫയർ നിലനിർത്താൻ PV അൻവറിന് കഴിയുമോ എന്നതാണ് ചോദ്യം.